നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2ാമത്തെ അധ്യായത്തിലെ 47 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 48ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. ഒന്നുകൂടി വായിക്കാം. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. ധനഞ്ജയ എന്ന സംബോധന. അല്ലയോ അർജുന, യോഗസ്ഥ ബ്രഹ്മനിഷ്ഠനായി എന്ന് വെച്ചാൽ ബ്രഹ്മഭാവത്തിൽ മുഴുകിക്കൊണ്ട്, സംഗം ത്യക്ത്വ ഫലേച്ഛ ഉപേക്ഷിച്ച്, സിദ്ധ്യോ ജയപരാജയങ്ങളിൽ, സമോഭൂത്വ സമഭൂത്വ സമനിലയിൽ മനസ്സിനെ നിർത്തിയിട്ട്, കർമാണി കുരു കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ, സമത്വം യോഗ ഉച്യത്തെ ഈ ചിത്തത്തിൻ്റെ സമാന അവസ്ഥ, അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. നമ്മുടെ മനോവൃത്തികളെ സമനിലയിൽ പിടിച്ചു നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വധർമ്മ ആചരണ സമയത്ത് അല്ലെങ്കിൽ സ്വന്തം കർമ്മം ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന ജയത്തിലും പരാജയത്തിലും സമചിത്തത പാലിക്കുക. അതാണ് ആത്മനിഷ്ഠ അല്ലെങ്കിൽ യോഗം എന്നൊക്കെ പറയുന്നത്. ഈ സമചിത്തതയ്ക്ക് ആദ്യം വേണ്ടത് എന്താണ്? മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഒരു ആശ്രയം വേണം എന്നുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിന്റെ ആദ്യം പറഞ്ഞ യോഗസ്ഥ കുരു കർമാണി, ബ്രഹ്മനിഷ്ഠനായി കർമ്മങ്ങൾ ചെയ്താലും. അപ്പോൾ ഈ ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ദേവതാ സ്വരൂപത്തെ ഉപാസിക്കാം. അങ്ങനെ ആ ഈശ്വരപ്രാപ്തിയാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലുറപ്പിച്ച് ഈശ്വരാരാധനയാണ് എന്ന സങ്കല്പത്തിൽ തൻ്റെ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും ആ കർമ്മഫലത്തിനോടുള്ള ആഗ്രഹം മനസ്സിൽ നിന്ന് പോകും. അതായത് ഫലം ലഭിക്കാനാവില്ല കർമ്മം ചെയ്യുന്നത്, ഈശ്വരാരാധന എന്ന നിലയിൽ മാത്രമായി തീരും എന്നർത്ഥം. അവിടെ ഫലം നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും മനസ്സിന് സമചിത്തത നഷ്ടപ്പെടില്ല. എല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കുന്നു. അതുതന്നെയാണ് മനസ്സിൻ്റെ സമചിത്തത അല്ലെങ്കിൽ യോഗം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ ആ ബ്രഹ്മഭാവത്തിൽ, അതായത് ഈശ്വരഭാവത്തിൽ മുഴുകിക്കൊണ്ട് കർമ്മത്തിലും അതിൻ്റെ ഫലത്തിലും ആഗ്രഹമില്ലാതെ ലാഭത്തിനെക്കുറിച്ചോ നഷ്ടത്തിനെക്കുറിച്ചോ ചിന്തിക്ക പോലും ചെയ്യാതെ തൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കുക എന്ന്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവ. ധനഞ്ജയ, അല്ലയോ അർജുന, ബുദ്ധിയോഗാത് ദൂരേണ കർമ്മ അവരം ഹി. ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥ ബുദ്ധി കൊണ്ട്, അതായത് ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മം അധമമാണ്. ബുദ്ധൗ ശരണം അന്വിച്ഛ, ബുദ്ധിയിൽ, ഇവിടെ ഈശ്വര ബുദ്ധിയിൽ അഭയം തേടൂ. ഫലഹേതവ കൃപണാ, ഫലേച്ഛയ്ക്ക് അധീനരായവർ അനുകമ്പാർഹരാണ്. അതായത് ഇവിടെ പറഞ്ഞത് നമ്മൾ ഭഗവത് പ്രാപ്തിയെ ലക്ഷ്യമായിട്ട് ചെയ്യാത്ത കർമ്മങ്ങളൊക്കെ അധമമായ കർമ്മങ്ങളാണ്. കാരണം ഭഗവത് പ്രാപ്തി എന്ന ലക്ഷ്യം ഇല്ലെങ്കിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മാത്രമാണ് നമുക്ക് ലക്ഷ്യമായിട്ട് വരുന്നുള്ളൂ. എന്നാൽ ഈ കർമ്മഫലം എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്തതുമാണ്. ഒരു ലക്ഷ്യം നേടിയാൽ വേറൊരു ലക്ഷ്യം വരും. അങ്ങനെ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും.
ഇങ്ങനെ ഭൗതികമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും മനസ്സിനൊരു ശാന്തിയോ അല്ലെങ്കിൽ ജീവിത ധന്യതയോ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മം നമ്മൾ നിശ്ചയബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തി ലക്ഷ്യമാക്കി ചെയ്യപ്പെടുന്ന ആ നിഷ്കാമ കർമ്മത്തേക്കാൾ അധമമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ജീവിതം ധന്യമാക്കണമെങ്കിൽ ഈശ്വര ബുദ്ധിയിൽ തന്നെയാണ് അഭയം തേടേണ്ടത്. ഈ ഈശ്വരൻ ആത്മനിഷ്ഠമാണ്, അവനവന്റെ ഉള്ളിൽ തന്നെയാണ് വർത്തിക്കുന്നത്. അവസാനത്തെ വരി പറഞ്ഞല്ലോ, കൃപണാ ഫലഹേതവ. ഈ കർമ്മഫലത്തിൽ മാത്രം ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവർ തങ്ങളുടെ വാസനാരൂപത്തിൽ സഞ്ചയിച്ചിരിക്കുന്ന ആ പുണ്യപാപങ്ങൾ അനുഭവിക്കാനായി വീണ്ടും വീണ്ടും അനേകം ശരീരങ്ങൾ സ്വീകരിക്കും. അതാണ് അവർ അനുകമ്പാർഹരാണ് എന്ന് പറഞ്ഞത്. എന്നാൽ ഫലേച്ഛയിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നവരാകട്ടെ പാപപുണ്യങ്ങളിൽ നിന്ന് വിമുക്തരായി മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു എന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം ഇനി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ